ഇന്ത്യൻ അതിർത്തിയിലെ പാകിസ്ഥാന്റെ ആക്രമണത്തെ സംബന്ധിച്ച് അനുദിനം നിരവധി വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്നാൽ അതിൽ പലതിലും സത്യമില്ലെന്നതാണ് വാസ്തവം. പുറത്തുവരുന്ന പല വീഡിയോകൾ, വിവരങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ദേശീയ മാധ്യമങ്ങൾക്കടക്കം വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. രജൌരിയിൽ ചാവേർ ആക്രമണമുണ്ടായി, വിമാനത്താവളങ്ങൾ അടച്ചു, കറാച്ചി തുറമുഖം ഇന്ത്യ ആക്രമിച്ചു, UGC പരീക്ഷകൾ മാറ്റിവെച്ചു. ഈ വാർത്തകളെല്ലാം കേട്ട് സ്തംഭിച്ചു പോയവരാണ് നമ്മിൽ പലരും. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വ്യാജ വാർത്തകളുടെ പെരുമഴയാണ്. എക്സിൽ പ്രചരിക്കുന്ന പല വാർത്തകളും അതിന്റെ ആധികാരികത പോലും പരിശോധിക്കാതെ അതേപടി ചാനലിൽ പ്രദർശിപ്പിക്കുന്നു. കറാച്ചി പോർട്ട് ഇന്ത്യ തകർത്തുവെന്ന് പരന്നതോടെ നിരവധി കുടുംബങ്ങളാണ് ആശങ്കയിലായത്. ഇത് പ്രത്യേകിച്ച് മലയാളികൾ ഉണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് നിലവിലെ കറാച്ചി പോർട്ടിൽ നങ്കൂരമിട്ട ചരക്കു കപ്പലിലുള്ളത്. കറാച്ചി ആക്രമണം എന്ന പേരിൽ മലയാള മാധ്യമങ്ങളിൽ വന്ന വീഡിയോ അമേരിക്കയിലെ ഫിലദൽഫിയയിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വിമാന അപകടത്തിന്റേതായിരുന്നു. ട്വിറ്ററിലുടനീളം വിവിധ ഹാൻഡിലുകൾ ഈ വ്യാജ വാർത്ത പരത്തി. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുവെന്ന വാർത്ത സൃഷ്ടിച്ച ആഘാതം വളരെ വലുതാണ്. ഇത് വലിയ തെറ്റിദ്ധാരണയും ആശങ്കയുമാണ് ഉളവാക്കിയത്. ഗൾഫ് യാത്രക്കാർ ഉൾപ്പെടെ പകച്ചുപോയി. എന്നാൽ വിമാനത്താവളങ്ങൾ അടച്ചിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇത് സംബന്ധിച്ച് ഫാക്ട് ചെക്ക് നടത്തുകയും ചെയ്തു. രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുന്നത് വ്യാജ പ്രചരണമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കി. സൈനിക നടപടി സംബന്ധിച്ച് റിയൽ ടൈം റിപ്പോർട്ടിംഗ് പാടില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം അഡ്വൈസറി നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങളുടെ ഇത്തരം കൈവിട്ട കളികൾ. തോന്നിയതെന്തും വിളിച്ചു പറഞ്ഞ് ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കാതിരിക്കുക. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇന്ത്യൻ പ്രതിരോധത്തെക്കുറിച്ച്, ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ച് വ്യക്തവും സുതാര്യവുമായ വിവരങ്ങൾ അതാത് ഔദ്യോഗിക അക്കൗണ്ടുകളിലൂടെ കൃത്യമായി നൽകുന്നുണ്ട്. ഒപ്പം വാർത്താ സമ്മേളനങ്ങളും. ഇന്ത്യൻ ആർമിയും പ്രതിരോധ വകുപ്പും നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ മാത്രം മുഖവിലക്കെടുത്ത് അത്തരം വിശ്വസനീയമായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെ മാത്രം കണക്കിലെടുക്കുക.